ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 30 ലക്ഷത്തിലധികം മലയാളികൾ മുംബൈയിലും ഉപനഗരങ്ങളിലുമായി അധിവസിക്കുന്നു. ഇത്തരമൊരു മേഖലയിലേക്ക് ശശികല ടീച്ചർ എത്തുമ്പോൾ നമുക്കറിയേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ 3 മഹാനഗരങ്ങളുടെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് മുംബൈയിലും പരിസര പ്രദേശത്തുമുള്ള മലയാളികളുടെ എണ്ണം എന്ന് നമുക്കറിയേണ്ടതുണ്ട്. ഇത്തരമൊരു സ്ഥലത്തേക്ക് പ്രസംഗ പരിഗണനയുമായിട്ട് എത്തിയിട്ടുള്ള ശശികല ടീച്ചർക്ക്, ഹൈന്ദവതയുടെ രാജകുമാരിക്ക്, മലയാളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നെത്തിയിട്ടുള്ള ഹൈന്ദവതയുടെ രാജകുമാരിക്ക് വൈറ്റ് ലൈൻ വേൾഡിലേക്ക് സ്വാഗതം. ശശികല ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ മുംബൈ മഹാനഗരത്തിൽ പൊതുവെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്യം ഒരുപക്ഷെ ടീച്ചറെ പോലും അലോസരപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷെ ഇതൊരു സത്യമാണ്. ശശികല ടീച്ചർ ഹിന്ദു മതത്തിലെ മദനിയാണ് എന്ന് പറയാറുണ്ട്. എന്താണ് ശശികല ടീച്ചറിന് ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ? എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞത് എന്ന് പറയുന്നവർക്കേ അറിയാവുള്ളൂ. ഏതർത്ഥത്തിലാണ് ശശികല ടീച്ചർ ഹിന്ദു മതത്തിലെ മദനിയാണ് എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് 2 തലത്തിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കും. തീവ്രവാദി എന്ന നിലയ്ക്കാണെങ്കിൽ മദനിയല്ല ഇസ്ലാമിലെ തീവ്രവാദത്തിന്റെ ആദ്യത്തെ തുടക്കം. അതൊരു പക്ഷെ ഇസ്ലാമിന്റെ തുടക്കത്തോളം തന്നെ അതിനും പഴക്കം കാണും. അപ്പോ മദനിയിലേക്ക് അത് ചുരുക്കുമ്പോ എന്നെ തീവ്രവാദിയാക്കാനായിട്ടാണെങ്കിലും കുറച്ചും കൂടി അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മദനിയിലല്ല ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തുടക്കം. പിന്നെ ഞാൻ എന്നൊരു വ്യക്തിയല്ല, ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിന് എന്താണോ പറയാനുള്ളത് അത് പറയാനുള്ളൊരു സംഘടനയും അതിലൂടെ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഇങ്ങനെ ഹിന്ദു ഐക്യവേദി ഒരു സംഘടനയോ അല്ലെങ്കിൽ ഞങ്ങളുടേതായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടോ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇതുവരെ വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ സംഭവം പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് വെറുതെ പ്രാസം ഒപ്പിച്ചെന്തോ പറയുന്നു എന്നുള്ളതിനപ്പുറം അതിന് ഗൗരവം കൊടുക്കേണ്ടതില്ല. ഞാൻ ഈ പറഞ്ഞത് തീർച്ചയായും ഞാൻ കേട്ടറിയുന്ന ഒരു അറിവിനെ ഞാൻ ഷെയർ ചെയ്യാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഹൈന്ദവതയുമായിട്ട് ബന്ധപ്പെട്ട പലരും അത് അഭിമാനത്തോടെയും കാണുന്നുണ്ട്. കാരണം ഒരു കാര്യം വസ്തുനിഷ്ഠമായി നമുക്ക് കണ്ടേ മതിയാവുള്ളൂ. മദനി സ്വന്തം മതത്തോട് പറയുന്നത് മക്കളെ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുക എന്നാണ്. ഒരു പക്ഷേ ശശികല ടീച്ചറും തന്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ തന്റെ ഒപ്പമുള്ളവരോട് പറയുന്നത് തന്നെയാണ്, ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ആ ധാരണ തെറ്റാണ്. ഞാൻ പറയുന്ന പോലുള്ള കാര്യങ്ങളെ പറ്റി അവരും ആലോചിക്കാനുള്ള ഒരു സൂചന കൊടുക്കാൻ എനിക്ക് പറ്റും. ഹൈന്ദവ ധർമ്മത്തിൽ എനിക്കെന്നല്ല ഋഷീശ്വരന്മാർക്ക് പോലും കഴിയാത്തതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുക എന്നുള്ളത്. അതിലും പഴയോട്ട് പോയ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും അർജുനനോട് ഞാൻ പറഞ്ഞത് കേൾക്കുക എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ വിമർശന ബുദ്ധിയ പഠിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ള ചെയ്യുക. അത് ഞാൻ പറഞ്ഞത് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദുമതത്തിന്റെ ഒരു അനുയായി പോലും അല്ലാതെ പോകും. അപ്പോ ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്നുള്ളതാണ് നമ്മുടെ ഒരു സനാതന ധർമ്മത്തിന്റെ വളരെ അടിസ്ഥാനപരമായ തത്വം. അപ്പൊ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഒരു മതേതരത്വം ശരിയായ പാതയിലൂടെ അല്ല പോകുന്നത് എന്ന് ശശികല ടീച്ചറിന്റെ പല പ്രസംഗങ്ങളിലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം? അനുഭവങ്ങൾ ഭാരതത്തില് ഹൈന്ദവ സമാജം അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അവരെ കൊണ്ട് പറയിക്കുന്നത്. ഇവിടെ മതേതരത്വം യഥാർത്ഥ ചാനലിലൂടെയല്ല പോകുന്നത് എന്നുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏത് ഹിന്ദു സംഘടനയുടെ ഭാരവാഹിയെ സംബന്ധിച്ചും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും രഹസ്യമായിട്ടില്ല. രഹസ്യ ക്ലാസ്സുകൾ ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല. പറയുന്നത് എന്തോ ഒരു പരസ്യമായി പറയാറുണ്ട്. പറയുന്ന വേദികളിൽ ഒട്ടുമിക്ക വേദികളിലും ഞാനൊക്കെ പറയാറുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിന് മാപ്പ് പറയും. ഇനി മേലിലും അതൊരിക്കലും ആവർത്തിക്കില്ല. അപ്പോ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ഒരു ആധാരശിലയായി കാണുന്ന ഒരു വാക്യത്തിന് അതീതമായി നമ്മൾ മുന്നോട്ട് പോകണമെന്നല്ല. അതിൽ ഉറച്ചു നിൽക്കണം. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കണം. ആ നാനാത്വത്തെ അംഗീകരിക്കാത്ത ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കും. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടി ഒന്നാക്കി മാറ്റുക എന്നല്ല, എല്ലാ വൈവിധ്യവും അംഗീകരിച്ചുകൊണ്ട് അതിൽ യോജിക്കാവുന്ന ചില ഭാഗങ്ങൾ. ഇതാ വൈവിധ്യം ഇല്ലാതാക്കാൻ എല്ലാവരും എന്റെ മതത്തിലേക്ക്